ഇന്നൊരു അത്ഭുത സാക്ഷ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ബ്രദർ ജോസിൽ അമ്മയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മോന് ഒരു വീഴ്ചയിൽ ഡിസ്ക് പ്രോബ്ലം ഉണ്ടായിട്ട് 4 വർഷം താന് ആ രോഗം സഹിച്ചുകൊണ്ടിരുന്നു. 4 മാസം ഒരുപോലെ കട്ടിലേ കിടന്നു. ആ സമയത്ത് ഒരിക്കൽ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ വാക്ക്, മോനെ കർത്താവ് ശപിച്ചപ്പോൾ അത്തി പച്ചയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷെ വേറെ ഉണങ്ങിപ്പോയായിരുന്നു എന്ന വാക്ക് ഈ മോൻ കേട്ടു. ഈ മോൻ പറഞ്ഞൊരു വാക്കാണ് ഇന്ന് ഈ മോനെ ഈ സാക്ഷ്യത്തിന് കൊണ്ടുവരാനിടയാക്കിയത്. മോൻ പറഞ്ഞത്, ദൈവവചനം എൻ്റെ അകത്തു വന്ന് എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർമാർ വിധിച്ചിരിക്കുന്നു. തൻ്റെ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. തൻ്റെ സ്കൂളിൽ തനിക്ക് വേണ്ടി തന്നെ ഒരു പ്രത്യേക ചെയർ ഇട്ട് പിന്നീട് തന്നെ ഇരുത്തി. അതിവേദന എടുക്കുക, ഇവിടെ മുതൽ ഇവിടം വരെ ബെൽറ്റ് കെട്ടിയിരിക്കുക. പക്ഷെ ചിരി മുഖത്ത് നിന്ന് മാറത്തില്ല. വചനം ആയതുപോലെ തന്നെ താൻ എടുത്തു. മോനെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 12th പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം എന്റെ നടുവിന്റെ സൈഡിൽ ഒരു വേദന അനുഭവപ്പെട്ടു. ഞാൻ ആദ്യമേ ഓർത്ത് ചെറിയൊരു സാധാ ഫുട്ബോൾ ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ ഒരു നടുവേദനയാണ് ഓർത്തെ. ആദ്യം ബാമൊക്കെ ഇട്ട് തൂത്തൊക്കെ ഇരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും തോന്നിട്ടുണ്ടെങ്കിൽ എന്റെ വേദന അങ്ങ് കൂടാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം എന്റെ വേദന നടു തൊട്ട് മുട്ടിന്റെ വലതുകാലിന്റെ മുട്ടിന്റെ ഒരു സൈഡ് മുഴുവനായി. അപ്പൊ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത പോലെ ഒരു അവസ്ഥയായി. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. അതികഠിന വേദനയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ച് ഇട്ട പോലെ വേദന അങ്ങ് കൂടി. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറിന്റെ അടുത്ത് ചെന്നതും ഡോക്ടർ എന്നെ നോക്കിയതേ പറഞ്ഞു, മോന്റെ ഡിസ്കിന് പ്രോബ്ലം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അങ്കളെ. കാരണം അങ്ങനെ ഒരു കാര്യം എന്റെ ലൈഫിൽ നടന്നിട്ടില്ല എന്റെ ഓർമ്മയിൽ, നടുവിനൊരു പ്രശ്നം വരാൻ വേണ്ടി. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഇച്ചിലൂടെ നല്ലൊരു ഡോക്ടറെ കാണാൻ പോയി. ഞാൻ ഡോക്ടർ ബെഞ്ചമിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറും ഞാൻ ചെന്നപിടി എന്നെ കണ്ടപിടി, എന്നെ പരിശോധിക്കുക പോലും ചെയ്തില്ല, എന്നെ കണ്ടപിടി പറഞ്ഞു, മോനെ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ്, മോന്റെ ഡിസ്കിന് നല്ലപോലെ എന്തോ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം എനിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ആ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴും അത്രയും ദൂരം ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും എനിക്ക് ഇരുന്നിട്ട് അനങ്ങാൻ മേല, എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അത്രയും അതികഠിനമായ വേദന. ഡോക്ടർ എന്നെ അവിടെ കിടത്തിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ കുറച്ച് മെഡിസിൻസ് തരാം, പക്ഷെ ഇതുകൊണ്ട് നിന്നെ സൗഖ്യമാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഇത് അത്രയും ഡേഞ്ചർ ആയ ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി ഈ മരുന്ന് മോൻ കഴിച്ചു, ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വിടുക മോനെ, എന്നിട്ട് മോൻ ഇന്ന് ചെല്ലുമ്പോ തൊട്ട് ഒരു 3-4 മാസം ബെഡിൽ നിന്ന് അനങ്ങാതെ കിടന്നോളാൻ പറഞ്ഞു. ബെഡിൽ അനങ്ങാതെ കിടക്കാൻ പറഞ്ഞപ്പോ തോമസ് ഞങ്ങളെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റത്തില്ല, എങ്ങനെ നേരെ നിവർന്ന് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ബെഡിൽ കിടക്കണമായിരുന്നു. എന്റെ വേദനയുടെ തീവ്രത കാരണം പെയിൻ കില്ലേഴ്സ് ഒന്നും ഞാൻ കഴിക്കുന്ന അറിയുന്നില്ല. ഒരു ചുമട് പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിച്ചു തോമസ്. പക്ഷെ അതിനൊന്നും എന്റെ വേദനയ്ക്ക് ഒരു ശമനം തരാൻ പറ്റിയില്ല. ഈ സമയത്തെല്ലാം ഞാൻ ബെഡിൽ തന്നെ കിടക്കും. ഒരു 3 മാസം ഞാൻ കണ്ടിന്യൂസ് ബെഡിലായി. മമ്മി ഒന്ന് പറയാമോ ആ സാഹചര്യത്തെ കുറിച്ച്? മമ്മി ഒന്ന് പറയാമോ? ബ്രദറെ, വേദനയായിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു, അനങ്ങാതെ എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം, ചെരിയ പോലും ചെയ്യരുത്. അപ്പം ഈ മരുന്ന് കഴിക്കുമ്പം മോൻ കിടന്ന് പകൽ ഉറങ്ങിപ്പോകും. അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കണം, കാരണം അങ്ങോട്ടും ചെരിയരുത്, നമ്മൾ ഉറക്കത്തിൽ കാല് മടക്കി വെക്കുന്നു, അങ്ങനെയൊന്നും മടങ്ങരുത്, സ്ട്രെയിറ്റ് ആയിട്ടേ കിടക്കാവുള്ളൂ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം. എഴുന്നേക്കണേ തന്നെ നമ്മൾ കാല് കട്ടിലേന്നെടുത്ത് അവനെ സഹായിക്കണം, താഴോട്ട് കാലെടുത്ത് വെക്കാൻ സഹായിക്കണം. കിടക്കുമ്പോഴും കാല് പൊക്കി എടുത്തു വെക്കണം. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മരുന്നുകൊണ്ട് ഇത് മാറുമോന്ന് അറിയത്തില്ല, 3 മാസം നമുക്ക് ട്രൈ ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. 3 മാസം എന്നോട് പറഞ്ഞു, 1 മാസത്തെ മരുന്ന് അന്ന് തന്നു വിട്ടു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇനി മോനെ കൊണ്ടുവരണ്ട, എന്നോട് തന്നെ ചെന്നാൽ മതി മരുന്ന് മേടിക്കാൻ, കാരണം യാത്ര ചെയ്യരുത്, ഒട്ടും യാത്ര കിടന്ന കിടപ്പ് കിടക്കണം എന്നാ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത മാസം മരുന്ന് കഴിഞ്ഞപ്പോ ഡോക്ടറെ കാണാൻ ചെന്നപ്പോ ഡോക്ടർ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഡോക്ടറെ കുറവൊന്നും കാണുന്നില്ല, നല്ല വേദനയുണ്ട്, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റിയല്ലാത്ത വേദനയാണ് ഡോക്ടറോട്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ഇനി ഉള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ ചെയ്യണം എന്നാ പറഞ്ഞു. അതും ഒരു ഗ്യാരണ്ടി ഇല്ല, ചിലപ്പോ തളർന്നു പോകാം. എനിക്ക് അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ആ വിഷമം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട് ഞാനിതെങ്ങനെ വീട്ടിൽ പറയും, മോനോട് പറയും. അപ്പം ഞാൻ ബസ്സിലിരുന്ന് കരയുമായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് മോൻ ചോദിച്ചു, അമ്മ എന്നെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, മോനെ 3 മാസം കഴിയുമ്പോൾ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞു, മരുന്ന് കഴിച്ചാൽ മതി, ഇതുപോലെ കിടന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത മാസം മോനെ കൊണ്ട് ആശുപത്രി പോയത്. 3 മാസം കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കൊച്ചിനെ കാണിക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ കണ്ടപ്പോ അവനോടും പറഞ്ഞു, മോനെ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇനി ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. കാരണം 3 മാസം
നമ്മൾ പ്രാർത്ഥിച്ചതും ആ വചനം ഏറ്റെടുത്തതിനെ കുറിച്ച് മോനെന്ന് പറയാമോ? ഞാൻ ബെഡിൽ തന്നെ കിടക്കുന്ന ഒരു ദിവസം വെളുപ്പിനെ ഒരു 6 മണി ആ സമയത്ത് ഞാൻ ഉറക്കവാ. ജസ്റ്റിംബർ അന്ന് പാലാ ജസ്റ്റിംബർ വഴി അന്ന് തോമസുട്ടിയങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. തോമസുട്ടിയങ്ങൾ എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് പറഞ്ഞ ഇങ്ങനെയാ, മോനെ അത്തി യേശു ശാസിച്ചപ്പോൾ ആ സ്പോട്ടിൽ അത്തിയുടെ വേര് ഉണങ്ങിപ്പോയി. അവരെല്ലാവരും നോക്കിയപ്പം നല്ല തഴിച്ചു വളർന്ന അത്തി നിൽക്കുന്ന അപ്പോഴും, പക്ഷെ അതിന്റെ വേര് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ തോമസുട്ടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നടുവിന്റെ ആ അവസ്ഥ പൂർണ്ണ സൗഖ്യമായിട്ടുണ്ട്. അതിന്റെ വേര് കരിഞ്ഞു പോയെന്ന് പറഞ്ഞു. അങ്കിൾ ഇത് പറയുകയും എന്റെ ഉള്ളിലോട്ട് വലിയൊരു ദൈവശക്തി അങ്ങ് വരുമായിരുന്നു. ഉറങ്ങിക്കിടന്ന് എന്റെ ഉള്ളിലോട്ട് ഒരു എന്തോ പരിശുദ്ധാത്മ ഇങ്ങനെ നിറച്ച് എന്റെ ഹൃദയത്തെ. എന്നിട്ട് അങ്കിൾ പറഞ്ഞ വചനം എന്നെ അങ്ങ് പൊതിഞ്ഞു വെച്ചു. ഈ വാക്കെല്ലാവരും ശ്രദ്ധിക്കണം. ഈ മോൻ പറയുന്നത് ആ വചനം, സാഹചര്യം ഒന്നും മാറിയിട്ടില്ല, പക്ഷെ ഈ വചനം അത്തി വേരോടെ ഉണങ്ങി, ഈ പച്ചയായതൊന്നും നോക്കണ്ട എന്ന വാക്ക് ഈ മകൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു വെച്ചു. പിന്നെയും ലക്ഷണങ്ങൾ അവിടെ ഉണ്ടെങ്കിലും, മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുണ്ടെങ്കിലും, മെഡിക്കൽ റിപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിലും അതൊന്നും ഈ ഹൃദയത്തെ ബാധിക്കുന്നില്ല. കാരണം ഹൃദയത്തെ വചനം പൊതിഞ്ഞു വെച്ചിരിക്കുക. ഇന്ന് ഈ വചനം അനേകരുടെ ഹൃദയത്തെ പൊതിയട്ടെ. ആ മോനെ ആ വാക്യം എടുത്തു. മോനെ ആ വചനം മോൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു വെച്ചു എന്നാണ് പറഞ്ഞല്ലേ? ഒന്ന് പറയാമോ? അതെ, അങ്കിള് പറഞ്ഞത് ആ വചനം എന്നെ അങ്ങ് പൊതിഞ്ഞു. അതുവരെ എല്ലാവരും പറയുന്ന ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു, പിന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഡോക്ടറിനെ എപ്പോഴും പോയി കാണണം, ലൈഫ് ഫുൾ ഇങ്ങനെ മെഡിസിൻ ഒക്കെ എടുത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നു. പക്ഷെ അങ്കിൾ പറഞ്ഞു കഴിഞ്ഞതും എന്റെ യേശു എന്നെ വചനത്തിൽ അങ്ങ് പൊതിഞ്ഞു വെച്ചു. എന്റെ യേശുവിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു. പിന്നെ അന്ന് തൊട്ട് ഞാൻ രോഗിയല്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു അങ്കിളെ. ഞാൻ നോക്കുമ്പോ എന്റെ പ്രതിസന്ധി, ആ പ്രശ്നം അങ്ങനെ നിൽക്കുക, ഒരു കുറവുമില്ല, എന്റെ വേദനയ്ക്ക് ഒരു കുറവുമില്ല. എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ ബോഡിയുടെ പോസ്ചർ മാറിയിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റർ സി പോലെ ഞാൻ വളഞ്ഞു പോവായിരുന്നു അങ്കിളെ. എന്റെ സ്ട്രക്ചർ നേരെ മാറി ഞാൻ സി പോലെ വളഞ്ഞു പോവായിരുന്നു. അപ്പോഴും മോനെ രോഗിയാണെന്ന് സമ്മതിച്ചു കൊടുക്കത്തില്ല, ഹൃദയത്തിലെ വചനം പൊതിഞ്ഞു വെച്ചു. പറഞ്ഞാട്ട് ആ സമയത്ത് അങ്ങളെ 3 മാസം ഞാൻ ബെഡിൽ തന്നെ കിടന്നപ്പോ എന്റെ സ്കൂളിംഗ് എല്ലാം മുടങ്ങി. എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. 12th എക്സാം ആയി. അപ്പൊ അതെല്ലാം വലിയ പ്രതിസന്ധിയാണെന്നും പറഞ്ഞ് ടീച്ചേഴ്സ് ഒക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ കണ്ടിന്യൂ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം 3 മാസമൊക്കെ എക്സാം എഴുതാനതിന് മുമ്പ് ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എക്സാം എഴുതാൻ? പാസ് ആകത്തില്ലെന്ന് മാത്രമേ ടീച്ചേഴ്സ് പറഞ്ഞുള്ളൂ. പാസ് ആകത്തില്ലെന്ന് എല്ലാവരും പറയുമ്പോഴും എന്റെ ഉള്ളിൽ ഈ വചനം ഭയങ്കരമായിട്ട് അങ്ങ് തത്തുമായിരുന്നു അങ്ങളെ. എനിക്ക് ഉറപ്പായിരുന്നു എന്നെ ഒരു കാര്യത്തിനും എന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലെന്ന് എന്റെ ഉള്ളിൽ ഭയങ്കര ബോധ്യമായിരുന്നു. എന്റെ യേശു എന്നെ അങ്ങ് പൊതിഞ്ഞ് ഒരു പഞ്ഞിക്കെട്ടിന്റെ അകത്ത് ഇരിക്കുന്ന പോലെയായിരുന്നു. ഞാൻ സുഖമായിട്ട് യേശുവിന്റെ കൂടെ ഇരിക്കുമായിരുന്നു ഈ വചനത്തിൽ. ഞാൻ ചുരുക്കി പറയാം, പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഈ മോന് വേണ്ടി സ്കൂൾ വിളിച്ചിട്ട് ഈ മോനെ പരീക്ഷ എഴുതിക്കണോ, കാരണം സ്കൂളിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. ഒടുവിൽ പേരന്റ് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞ് മോനെ പരീക്ഷ എഴുതിക്കണം. 4 മാസത്തിന് ശേഷം സ്കൂളിൽ എല്ലാവരും ബെഞ്ചേലും ഡെസ്കയിലിരിക്കുമ്പോൾ ഈ മോന് വേണ്ടി ഒരു സ്പെഷ്യൽ കസേര പണിത് ക്ലാസ്സിൽ അവനെ ഇരുത്തും. അവൻ അവിടെ ഇരുന്ന് കേട്ടു. എന്നാൽ 80% മാർക്കോടെ ഈ മോൻ സ്കൂളിന് അഭിമാനമായിട്ട് ജയിച്ചു. അവൻ്റെ ഹൃദയത്തെ വചനം പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്തും പാലായിൽ അതിന് ശേഷം നമ്മുടെ വർഷിപ്പിന് പോകുമ്പോൾ ഈ മോന് കുറേ നാൾ പോയില്ല. പോകുമ്പോൾ മോൻ വർഷിപ്പ് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഈ മോൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ വർഷിപ്പ് ചെയ്യാമെന്ന് പറയും. അതിവേദനയാണേലും ആ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഈ മോൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കും. അതിനുശേഷം കോലഞ്ചേരിയിൽ നമ്മുടെ യൂത്ത് ക്യാമ്പ്, അത് നടന്ന വർഷം ഞാൻ മറന്നുപോയി, യൂത്ത് ക്യാമ്പ് നടക്കുമ്പോൾ ഈ മോന് പോകാൻ മേല. പക്ഷേ ഈ മോൻ പറഞ്ഞു എനിക്കും പോകണം, യൂത്ത് ക്യാമ്പിന് പോകണം. അങ്ങനെ ആ ക്യാമ്പിൽ വെച്ച് ഒടുവിൽ തങ്കു ബ്രദറും ഞാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്ന കണ്ടപ്പോൾ ഈ മോനോർത്ത് എൻ്റെ ദൈവമേ എൻ്റെ നടുവിന് വല്ലതും പറ്റി എന്ത് ചെയ്യും? അങ്ങനെ താൻ മുമ്പോട്ട് വന്നപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കിന് സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ ഒരു ദൈവശക്തി മകനെ തൊട്ടിട്ട് തെറിച്ചങ്ങ് വീണു. ആ സംഭവം ഒന്ന് പറയാമോ? അത് എത്ര വർഷത്തിന് ശേഷം? 4 വർഷം അനുഭവിച്ച ശേഷം അല്ലേ? അതെ ദിവസങ്ങളെ 3.25 വർഷം അടുത്ത് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അത് കഴിഞ്ഞായിരുന്നു ക്യാമ്പ് അനൗൺസ് ചെയ്തു. അപ്പോഴേ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, അതിന് മുമ്പ് ഒത്തിരി ക്യാമ്പ് അനൗൺസ് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റിയില്ല. എനിക്ക് ചർച്ചിലൊന്നും പോകാൻ പറ്റുന്നില്ല, ഞാൻ ഈ പെട്ടി തന്നെ കിടക്കുന്നുള്ളൂ. പക്ഷെ ഈ ക്യാമ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, മോനെ നീ ഉറപ്പായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല, എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഒരു പേന താഴെ പോയി അത് കുനിഞ്ഞെടുക്കാൻ പോലും മോനെ കൊണ്ട് പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് പറയും. പക്ഷെ എന്നോട് പിന്നെ പരിശുദ്ധാത്മ പറഞ്ഞു, നീ പൊക്കോ, നിനക്ക് ഞാൻ അവിടെ ഒരു വിടുതൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ വാക്കിനെ അത് ഞാൻ അതേപോലെ അനുസരിച്ചു. ഞാൻ
ഞാൻ ക്യാമ്പിന് പോയി. ആ പോകുമ്പോഴെല്ലാം നല്ല വേദനയോടെ ഞാൻ പോകുന്നത്. എനിക്ക് ഒട്ടും മേല. കാരണം ഞാൻ പിന്നെ ഓർത്ത് നമ്മുടെ സഹോദരന്മാരെല്ലാം ഉണ്ടല്ലോ എന്നുള്ള തരത്തില പിന്നെ ഞാൻ പോയത്. ഞാൻ അവിടെ ചെന്ന് ഒരു മാറ്റവും കണ്ടില്ല. എല്ലാവരും നല്ല യേശുവിന്റെ കൂടെ എൻജോയ് ചെയ്ത് ആരാധിക്കുന്നു, വർഷിപ്പ് ചെയ്യുന്നു, അവിടെ ഡാൻസ് കളിക്കുന്നു. പക്ഷെ ഞാൻ എന്റെ ലിമിറ്റേഷൻസിൽ നിന്ന് അവിടെ ആരാധിച്ചു. അന്നേരം എനിക്ക് നല്ല എന്റെ ഉള്ളില് ഭയങ്കര ഒരു വിശ്വാസമുണ്ട് എനിക്ക് അവിടെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ക്യാമ്പ് തീരുന്ന അന്ന് തങ്കമംഗലം തോമസുട്ടിയങ്ങളിൽ ലേഹൻസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്കിൾ അവിടെ എനിക്ക് കാണാം. എന്റെ ദൂരത്തെ തോമസുട്ടിയങ്ങളുടെ അടുത്ത് പിള്ളേരിങ്ങനെ തങ്കമംഗലിന്റെ അടുത്ത് നിന്ന് പിള്ളേർ അഭിഷേകത്തിൽ നിന്ന് ഇങ്ങനെ സ്ലെയിനായി വീഴുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ഭയം കയറി. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു പേന പോലും മര്യാദയ്ക്ക് കുനിഞ്ഞെടുക്കാൻ പറ്റത്തില്ല, ഒരു ചെയർ ഇട്ട്, ആരും ഇല്ലെങ്കിൽ മാത്രം ഒരു ചെയർ ഇട്ട് മാക്സിമം സമയം എടുത്ത് പേന കുനിഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അങ്കിൾ അതെല്ലാം എന്റെ ഓർമ്മയിൽ വന്നു. പക്ഷെ ഞാൻ എന്നിട്ടും എന്നോട് എന്റെ ഉള്ളിൽ ഇങ്ങനെ മാറിപ്പോയാലോന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ എനിക്ക് മാറിപ്പോകാൻ തോന്നുന്നില്ല. ഞാൻ അങ്കിൾമാരുടെ അടുത്തോട്ട് വന്നു. തോമസുട്ടിയങ്ങൾ കൈ എന്റെ തലയിൽ വെച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അടുത്ത് വന്നത് തോമസുട്ടിയങ്കളിന്റെ അടുത്തുനിന്ന് കുറെ ദൂരം തെറിച്ചു പോയി ഞാൻ എന്റെ ഈ നടുവിന്റെ പോർഷൻ അവിടെ കറക്റ്റ് ആ ഏരിയ തന്നെ ഇടിച്ച് നിലത്ത് വീണത് ഞാൻ അങ്ങള് ഭയങ്കര എന്തോ പൊട്ടിത്തെറിക്കുന്ന ഒരു സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ വിചാരിച്ചു എന്റെ നടുവെല്ലാം ഒടിഞ്ഞു പോയെന്നാ ഓർത്തെ. പക്ഷെ ആ സൗണ്ട് കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അത്രയും നാൾ എന്നെ വിഷമിപ്പിച്ചിരുന്ന എന്റെ വേദന പൂർണ്ണമായി സൗഖ്യമായിട്ടാണ് ഞാൻ എഴുന്നേറ്റ്. ആ സി ഷേപ്പ് പിന്നെ ഉണ്ടായിട്ടില്ല. സി ഷേപ്പ് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ എത്ര വർഷമായി മോനെ ഹീൽഡ് ആയിട്ട്? ഇന്ന് ടോട്ടലി 6 കൊല്ലമായി. ഞാൻ അറിഞ്ഞ മോൻ ഇപ്പോൾ ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയും ഇതെല്ലാം ചെയ്യുമെന്നാണല്ലോ. അതെ എന്നോട് ഒരു പേന പോലും കുനിഞ്ഞെടുക്കല്ലെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഞാൻ 300 കിലോ മേളിൽ എന്റെ ലെഗിനുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. The word cannot change. വചനം മാറത്തില്ല. Jesus cannot change. യേശുവിന് മാറാൻ പറ്റത്തില്ല. If he said by his stripes you are healed, finish. There is no thought beyond it. ദൈവവചനത്തിൽ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞാൽ അതതിന്റെ അവസാനമാ. ആ വാക്കിന് ഇനി മാറ്റമില്ല. It is only one question whether it is in the word. ഒരു ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന കാര്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? If he has said it, he will do it. അവിടുന്ന് അത് അരുളി ചെയ്തെങ്കിൽ നിവർത്തിച്ചിരിക്കും. You are tuned in today to this message, to this testimony, because God wants to do a testimony of impossibility in your life. നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ വചനം കേൾക്കാൻ ദൈവം ഇടയാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കേട്ട അതേ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. A testimony is seen, heard, so that you also can relate to it. It is not anything else but Jesus and his word. ഒരു സാക്ഷ്യം നമ്മളെ കേൾപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ അവസ്ഥയും കൂടെ അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ. അതുവഴി നമുക്ക് മനസ്സിലാവും അതേ യേശു എന്നെയും വിടുവിക്കും. Not only physical healing, അത് ശാരീരിക രോഗസൗഖ്യം മാത്രമല്ല, emotional healing, നിങ്ങളുടെ വൈകാരികമായ മനപ്രയാസങ്ങളുടെ സൗഖ്യം, financial healing, സാമ്പത്തിക സൗഖ്യം. every area which is empty today will be filled. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകൾ ശൂന്യമാണോ അവയെല്ലാം നിറഞ്ഞിരിക്കും. Just as a child believe. ഒരു കുഞ്ഞ് ശിശു വിശ്വസിക്കുന്ന പോലെ അങ്ങ് വിശ്വസിച്ചാട്ട്. The symptoms might be there, but the root is drying up today. ഒരുപക്ഷെ രോഗലക്ഷണങ്ങൾ പച്ചയായി നിൽക്കുമ്പോൾ ഓർത്തോണം അതിന്റെ അടിവേര് ഉണങ്ങിക്കഴിഞ്ഞു. The problem, the financial problem, the root, what caused that is drying up today as we are speaking. ഇന്ന് ഞങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയട്ടെ, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യതയൊക്കെ അവിടെ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ ആ പ്രശ്നത്തിന് ഇടയാക്കിയ അടിവേരുണ്ടല്ലോ അത് ഉണങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ. Do not doubt by seeing that symptoms. The root is cut off. ഏത് വിഷയമാകട്ടെ അതിൻ്റെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ കണ്ടാലും അതുകൊണ്ട് ഭയപ്പെടരുത്. ആ പ്രശ്നത്തിന്റെ അടിവേര് ഉണങ്ങിക്കഴിഞ്ഞു. When someone presents you a bouquet, ആരെങ്കിലും നിങ്ങൾക്കൊരു ബൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ the flowers are so blooming. ആ പൂക്കൾ എന്ത് ഓജസ്സോടെയാണ് നിൽക്കുന്നത്. We put it in a ways thinking it will be there forever, but it is cut off from the root. അതിന്റെ അടിവേര് ഉണങ്ങിയതായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ബൊക്കയുടെ പൂവുകൾ നമ്മൾ ഫ്ലവർ വേസിൽ വെച്ചാലും നോക്കുമ്പോൾ ഉണങ്ങി നിൽക്കും. However fresh it may look, but because there is no root, it will dry up. നിങ്ങളുടെ കയ്യിൽ ആ ബൊക്കെ കിട്ടിയപ്പോൾ അടിപൊളി നല്ല ശോഭയുള്ള പൂക്കൾ എന്ന് പറഞ്ഞാൽ വേരുണങ്ങിയതാണോ
അത് ഉണങ്ങിയിരിക്കും. In the bouquet there is a plant leaf called evergreen. അതെ, ബൊക്കയ്ക്കകത്ത് എവർഗ്രീൻ എന്ന പേരുള്ള, എന്ന് പറഞ്ഞാൽ നിത്യഹരിതം എന്ന പേരുള്ള ഒരു ചെടിയുണ്ട്. It is evergreen when it has the root, but when it is cut off, the green is only for a few days. എന്നാൽ അതിന്റെ വേരിന്റെ ബന്ധം പോയി കഴിഞ്ഞപ്പോൾ എവർഗ്രീൻ പോലും ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന കാണാം. The truth is, the name of Jesus hits the root of your problem. അതിന്റെ അർത്ഥം യേശുവിന്റെ നാമം പ്രശ്നത്തിന്റെ റൂട്ട് പൊട്ടിച്ചിരിക്കുക. അപ്പൊ പിശാച് ചില ബൊക്കകളൊക്കെ പലർക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. Yeah, the devil tries to give you bouquets. പ്രശ്നങ്ങളുടെ ബൊക്കെ, The problem bouquet, രോഗത്തിന്റെ ബൊക്കെ, the bouquet of sickness, വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ ബൊക്കെയൊക്കെ ആയിട്ടാ രാവിലെ the വരുന്നത്. big bouquet of financial problems. പക്ഷെ പിശാച് അറിഞ്ഞില്ല അതിന്റെ വേര് യേശു മുറിച്ചു കളഞ്ഞത്. But the devil does not know the root is not there. So the scene is temporary. അതുകൊണ്ട് കാണുന്നത് താൽക്കാലികം. The root is not there. So see yourself delivered, running for the glory of God. ആകയാൽ കാണുന്നത് താൽക്കാലികം, കാണുന്നിടത്തെ പച്ചപ്പ് കണ്ട് പേടിക്കരുത്, നിങ്ങളുടെ ഉൾക്കണ്ണുകളാൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് ഓടുക. How does the root dry up? എങ്ങനെയാണ് ആ അടിവേർ ഉണങ്ങിപ്പോയത്? By your word. നിന്റെ വാക്കിനാലാണ്. Shout Jesus' name. You know the name of the problem. Do not doubt. Do not doubt at all. Just speak it and the root is gone. നിങ്ങളാണ് കൽപ്പിക്കേണ്ടത്. യേശു പറഞ്ഞ നിങ്ങൾ ഇതുപോലെ ചെയ്യാനാ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾക്കറിയാം, അതിന്റെ അടിവേരിനോട് ഉണങ്ങട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ. If we pray, we won't be so violent. നിങ്ങളുടെ വിഷയത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അത്രയും ഉത്സാഹം വരണമെന്നില്ല. When I was in financial problem, if someone else prays, he will say, Father, please help him. But I know my problem. I will be violent and cut the root with all my power. ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നപ്പോൾ പലരും എന്നോട് സിമ്പതൈസ് ചെയ്ത് കർത്താവേ മകനെ വിടുവിക്കണമേ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതിനോട് പൂർണ്ണ ഒരു വൈരാഗ്യത്തോടെയാണ് യേശുവിന്റെ നാമത്തിൽ അതിന് അടിവേര് പൊട്ടട്ടെ. The Bible calls you the battle axe. Take that axe, ready to cut off the root of the sickness, root of your situation, root of the financial problem. ആ ദൈവത്തിന്റെ വചനം നിന്നെ കൂടെ പറയുന്നത്, നീ യുദ്ധത്തിലെ ഇരുമ്പ് മെതിവണ്ടിയ, നീ അതിന്റെ അടിവേര്, ആ മഴുവാകുന്ന വെൺമഴുവാണ് നീ. ആ പ്രതിസന്ധിയുടെ അടിവേര്, പ്രശ്നത്തിന്റെ അടിവേര് നിന്റെ നാവിലെ വാക്കിനാൽ നീയാണ് മുറിച്ചു മാറ്റുക. The Bible says we look into the unseen. ദൈവവചനം പറഞ്ഞു, ഞങ്ങൾ കാണാത്തതിലേക്ക് നോക്കുന്നു. Close your eyes and look at the root of your problem going. ബാഹ്യ കണ്ണുകളൊന്ന് അടച്ചിട്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ അടിവേരിനെ നോക്കി അത് കരിഞ്ഞു പോകുന്നത് കണ്ടാട്ടെ. You are going to become a trouble for your trouble. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നക്കാരനായി നീ മാറാൻ പോകുകയാണ്. Today you are becoming a trouble for your trouble. നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്നെ ഒരു പ്രശ്നക്കാരനായി താങ്ങാൻ There പോകുകയാണ്. is no power on earth that can stop the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിന്നയോളമില്ല. The word of Jesus, the name of Jesus in your mouth is equal to Jesus speaking. നിങ്ങളുടെ വായിൽ യേശുവിന്റെ നാമം എടുക്കുന്നത് യേശു തന്നെ സംസാരിക്കുന്നതിന് തുല്യമാണ്. So speak it to your problem. ആകയാൽ നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി ഉച്ചരിക്കുക. If your promotion is being delayed, speak it to that problem. നിങ്ങളുടെ പ്രൊമോഷൻ അവിടെ താമസിക്കുന്നതിന് കൽപ്പിക്കാതെ നടക്കട്ടെ എന്ന്. Whatever is the situation, the roots are being chopped off today when you speak the name of Jesus. നിങ്ങളുടെ പ്രതിസന്ധി എന്തുമാകട്ടെ, നിങ്ങൾ അതിലേക്ക് സംസാരിക്കുമ്പോൾ പ്രതിസന്ധിയുടെ അടിവേര് മുറിഞ്ഞു പോകും. We are encouraging you to speak. നിങ്ങൾ ഉച്ചരിക്കാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. We are not special, holy, very, very anointed. No. The name of Jesus in our mouth is same as your mouth. But you know the problem. Get violent. Take that battle axe and slash it off in Jesus' name. നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഞങ്ങൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അതിമാനുഷ്യന്മാരോ പ്രത്യേക കൃപ ലഭിച്ചവരോ അല്ല. ഞങ്ങൾക്ക് എന്തുണ്ടോ നിങ്ങൾക്കും അതുണ്ട്. അതേ നാമമാണ് നിങ്ങളുടെ നാവിൽ വിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രതിസന്ധിയുടെ അടിവേര് മുറിഞ്ഞു പോകും. Faith comes by hearing. We are talking faith so that your faith is aroused and you will
cast the root of your situation. വിശ്വാസം കേൾവിയാൽ വരുന്നുവെന്നാണ്. വിശ്വാസം നിങ്ങളിൽ ജനിപ്പിക്കാനാണ് ഞങ്ങളിലൂടെ ഉച്ചരിക്കപ്പെടുന്നത്. നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുന്ന പ്രശ്നത്തെ നോക്കി കൽപ്പിക്കാൻ നിങ്ങളുടെ വിശ്വാസം ഒരു മല്ലനെ പോലെ എഴുന്നേറ്റ് വരികയാണ്. The testimony you heard increases your faith. You have heard the impossible healing. The same will happen when you take it. The word will wrap itself, as the boy said. ഇന്ന് ആ മോൻ പറഞ്ഞതുപോലെ ജോസിൽ പറഞ്ഞ ടെസ്റ്റിമണി, ആ സാക്ഷ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നിങ്ങൾ വാക്ക് ഉച്ചരിക്കുമ്പോൾ എങ്ങനെ ജോസലിന്റെ ഹൃദയത്തെ വേറെ ഒരു നെഗറ്റീവും കയറാതെ പൊതിഞ്ഞോ, അതുപോലെ തന്നെ ഈ വചനം നിങ്ങളെയും പൊതിഞ്ഞു. Oh, give glory to Jesus. ആകയാൽ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Today I woke up in the morning and I was just reading, meditating the word in Hebrews 11 when it says, therefore do not cast away your confidence, which was of great reward. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ദൈവവചനം വായിക്കുകയും എബ്രായ ലേഖനം 11 മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്നുള്ള വേദഭാഗം ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. Do not cast away, only you can throw away your confidence. നിങ്ങളുടെ ആ ധൈര്യം, നിങ്ങൾക്ക് കർത്താവിലുള്ള ഉറപ്പ് തള്ളിക്കളയാൻ പറ്റുന്ന ഏക വ്യക്തി നിങ്ങളാണ്. And suddenly the Holy Spirit started to talk to me from this word, showing the entrance into the Holy of Holies. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള നമ്മുടെ പ്രവേശനത്തെ കാണിക്കുകയായിരുന്നു. Today, through the blood, we by faith enter into the Holy of Holies. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ ആത്മാവിൽ നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് കയറുകയാണ്. But tomorrow, എന്നാൽ നാളെ it's not by faith. അന്ന് വിശ്വാസത്താൽ ആത്മാവിലല്ല കയറാൻ പോകുന്നത്. It will be real. നമ്മുടെ ഈ ശരീരത്തോടു കൂടെ തന്നെ നമ്മൾ വ്യക്തിപരമായി ആ സ്വർഗസ്ഥ മണ്ഡപത്തിൽ കയറും. In the twinkling of the eye, we will have that glorious body to meet up with the glorious King of Kings, the Lord of Lords, whom we believed without seeing, loved without seeing. Through the supernatural, the biggest supernatural is not 5 loaves multiplying, not raising the dead. The biggest supernatural is believing whom we have not seen, loving whom we have not seen. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഈ ശരീരം തൻ്റെ തേജസ്സുള്ള ശരീരത്തിന് അനുരൂപമായി കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെട്ടിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പുനരുത്ഥാന ശരീരത്തിൽ, റിയലായ ശരീരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖം അന്യ കണ്ണാനല്ല സ്വന്തം കണ്ണാൽ കാണും. ഇവിടെ നമ്മൾ കാണാതെ വിശ്വസിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ഒരു വലിയ പ്രകൃത്യാതീത സൂപ്പർ നാച്ചുറൽ സംഭവമാണ്. എന്നാൽ അതിലും വലിയ സൂപ്പർ നാച്ചുറലാണ് നിങ്ങളുടെ അകത്തും എൻ്റെ അകത്തും നടന്നത്. നമ്മൾ കാണാതെ അവനെ വിശ്വസിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ പ്രകൃത്യാതീത സംഭവം. Just imagine if it is not for the Holy Spirit, we will be just like ordinary men, not believing the returning of our Lord Jesus. Today, the biggest hope that we have is that we are going to meet him face to face. പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യരെ പോലെ മാത്രമേ ഉള്ളൂ. ഈ യേശു മടങ്ങി വരുമെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്നാൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ കർത്താവ് ഇനിയും വരുമെന്നുള്ള ആ മഹാ വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത്. That is why Jesus in John 14 said, let your heart not be troubled. I am going to build a place for you. When the mansion is ready, I will come. Then he says, I will give you a helper who will remind you always that you are aliens in this earth. People are looking through the telescope to find aliens. The aliens is just standing next to them. അതുകൊണ്ടാണ് കർത്താവായ യേശു തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് മാൻഷൻസ്, നിങ്ങൾക്ക് അവിടെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. ഞാനത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ വീണ്ടും മടങ്ങി വന്ന് ഞാനിരിക്കുന്ന അതേ ഇടത്ത് നിങ്ങളെ ഇരുത്തും. പക്ഷെ അതുവരെ ഞാൻ പോയാൽ ഒരു സഹായകനെ നിങ്ങൾക്ക് അയക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അന്യരും പരദേശികളുമാണ് ഇവിടെ.
എപ്പോഴും ആ സ്ഥലം ഓർപ്പിക്കാനാ പരിശുദ്ധാത്മാവ്. ഇവിടെ നിങ്ങൾ ഏലിയൻസാ. ഇന്ന് പലരും ഏലിയൻസിനെ കാണാൻ ടെലസ്കോപ്പ് വെച്ച് നോക്കുന്നുണ്ട്. നോക്കണ്ട, ഇവിടെയൊക്കെ സ്തോത്രം പറയുന്ന ഏലിയൻസ് നിങ്ങളുടെ അടുത്തൊക്കെ തന്നെ. For our citizenship is in heaven. We are here temporary for an assignment given by our Savior. ആകയാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവ് വരുന്നവരെ ഇവിടെ ഏൽപ്പിക്കപ്പെട്ട ഒരു വലിയ അസൈൻമെന്റ് ഉണ്ട്, അത് പൂർത്തീകരിക്കാൻ. Do you know who the alien is? ആരാണ് ഈ ഏലിയന്മാരെന്നറിയാമോ? We are the citizens of heaven walking on this earth, having a natural temporary experience but having a spiritual eternal life. ആരാണ് ഈ ഏലിയൻസ്? അന്യഗ്രഹ ജീവികൾ എന്നറിയാമോ? സ്വർഗഗ്രഹത്തിലെ കുറച്ച് ജീവികൾ ഇവിടെ ഉണ്ട്. അവര് സ്വർഗീയ ഭാഷ സംസാരിക്കാറുണ്ട്. ഇത് പറയുന്നവരെ കാണുമ്പോൾ ഓർത്തോണം, ഇവർ അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്നിരിക്കുകയാണ്. That is why people don't understand us. അതുകൊണ്ടാണ് അവർക്ക് നമ്മളെ മനസ്സിലാകുന്നില്ല. That is why they speak ill about you. അതുകൊണ്ടാണ് അവർ നിങ്ങളെ കുറിച്ച് തിന്മ പറയുന്നത്. അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. Because they don't understand this culture. കാരണം ഈ ഒരു നമ്മുടെ സ്വർഗ കൾച്ചർ അവർക്ക് They പിടികിട്ടുന്നില്ല. don't know how you can love when they hate you. അവർക്ക് ഒട്ടും പിടികിട്ടുന്നില്ല ഉപദ്രവിക്കുന്നവരെ പോലും ഇങ്ങനെ സ്നേഹിക്കാൻ. Oh, this is kingdom culture, the kingdom where we came from. ഇത് നമ്മൾ വന്ന നമ്മുടെ പൗരത്വമുള്ള സ്വർഗ രാജ്യത്തിന്റെ ഒരു പുതിയ സംസ്കാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ നമ്മൾ വന്നിരിക്കുക. How can you dance when you have financial problem? ഓ, നിങ്ങൾ ഈ ഇതെന്തൊരു കൾച്ചറാ? നിങ്ങളുടെ നാട്ടിലെ ഈ കൾച്ചർ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും തുള്ളിച്ചാടുക. We are aliens. ഞങ്ങൾ ഒരു Our അന്യഗ്രഹ citizenship is in heaven. ഞങ്ങളുടെ പൗരത്വ സ്വർഗത്തിലാണ്. In heaven, ആ there is സ്വർഗഗ്രഹത്തിൽ always dancing and rejoicing in the presence of the Lamb. ഞങ്ങൾ വന്ന നാട്ടിൽ, ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ അവിടെ ഡാൻസ് മാത്രമേ ഉള്ളൂ. അവിടെ കണ്ണീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. The Bible says he quietens you with his love. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തന്റെ സ്നേഹം കൊണ്ട് അവൻ നിന്നെ മിണ്ടാതാക്കി കളയും. And he starts to dance so that you can also dance. എന്നിട്ട് നിന്റെ പ്രശ്നത്തിനിടയിൽ അവൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ കൂടെ നൃത്തം ചെയ്യും. എന്തെന്നാൽ നിങ്ങൾക്ക് നൃത്തം ചെയ്യും. Many people don't understand why we dance because they have seen only Jesus locked up in a glass cage. No, my dear, he is alive, seated at the right hand of the Father, dancing. When you start dancing, there is great joy in heaven when someone realizes that I am an alien here, temporary natural experience going to an eternal life. ഇന്ന് ഞങ്ങൾ ഇവിടെ നൃത്തം ചെയ്യുമ്പോൾ പലരും ഓർക്കുക, ഇതെന്തൊരു പരിപാടിയാ, ഇതെന്തൊരു ആത്മീയതയാ. കാരണം അവർ പലരും കണ്ടിരിക്കുന്നത് ഒരു കണ്ണാടിക്കൂട്ടിലിട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രൂപം മാത്രമാ. എന്നാൽ ഞങ്ങൾ പറയുന്ന ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനും തന്റെ ജനത്തിന്റെ കൂടെ നൃത്തം ചെയ്ത് തുള്ളിച്ചാടുന്ന ഒരു നാഥനെയാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. Do you know what is kingdom culture? We don't stay in the grave. We open the grave and come out. Even death does not have authority on us. ദൈവരാജ്യത്തിന്റെ സംസ്കാരം എന്തെന്നറിയാമോ? ഞങ്ങളെ കല്ലറയിൽ അടക്കിയാൽ ഞങ്ങൾ അവിടെ കിടക്കത്തില്ല. അതിന്റെ കല്ലറ വാതിൽ തുറന്ന് തുള്ളിച്ചാടി വെളിയിൽ വരും. Oh, we are waiting for the trumpet sound when all our men, all the women who had hope in Christ, oh, no grave, death and hate has no authority. They will all walk out. They will be in the sky to receive the King of Kings, in the Lord of Lords. ദൈവരാജ്യത്തിന്റെ മക്കൾ കാത്തിരിക്കുന്ന ഒരു മഹാകാഹള ധ്വനിയുണ്ട്. ആ കാഹളം ധ്വനിക്കുമ്പോൾ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട്, അടിക്കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് അവർ വെളിയിൽ വന്ന് തുള്ളിച്ചാടും. ഒന്നിനും അവരെ പിടിച്ചു വെക്കാനൊക്കില്ല. Oh, when Jesus came of this earth, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ he was escorted by the angel. ആ ദൂതന്മാരുടെ അകമ്പടിയോടെയാണ് വന്നത്. He came escorted by the angel. ദൂതന്മാരുടെ അകമ്പടിയോടെയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. That is why when he went up after the resurrection, angels took him back. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാരുടെ ഒരു സംഘവുമായിട്ടാണ് പോയത്. We came with the angel, went with the angel. അവൻ വന്നത് ദൂതന്റെ അകമ്പടിയോടെ, പോയതും ദൂത സംഘത്തിന്റെ But he is going to return not accompanied by angel but all the saints. Oh, the Bible says he is going to appear in the cloud of the saints to welcome the saints on this earth. എന്നാൽ നിന്റെ കർത്താവ് ഇനി വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൂതന്മാരല്ല, സകല വിശുദ്ധന്മാരുടെയും സകല രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ സംഘത്തോടു കൂടി അവൻ വരാൻ പോകുകയാണ്. Oh, that is the great trumpet sound. When we look at what is
is getting ready. We can hear the groaning. We can hear the sound. Something extraordinary is happening in the church as it is happening in the world. ഇന്ന് ലോകത്തിൽ ചുറ്റുപാടും കണ്ണോടിക്കുന്ന ദൈവജനത്തിന് നന്നായിട്ടറിയാം, എന്റെ നാഥൻ എന്നെ ചേർക്കാൻ വരുന്നതിന്റെ ഒരുക്കങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഒരു വലിയ ഒരുക്കം നാഥന്റെ കാഹളത്തിനായി. We believe in blessing. ഞങ്ങൾ ഈ ലോകത്തിൽ തന്നെയുള്ള അനുഗ്രഹത്തിൽ We വിശ്വസിക്കുന്നു. believe in prosperity. ഞങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയിൽ വിശ്വസിക്കുന്നു. Why? എന്തുകൊണ്ട്? Because it is written in the word. കാരണം വചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. But once the word says he is going to return. എന്നാൽ ദൈവവചനം അതുപോലെ തന്നെ വിളിച്ചു പറയുന്നു, അവൻ വീണ്ടും വരും. If I believed in healing because the word says, if I believed in blessing because the word says, I 100% believe that Jesus is going to come. ഈ വചനം രോഗസൗഖ്യം പറഞ്ഞു ഞാൻ വിശ്വസിച്ചെങ്കിൽ, അത് അനുഭവിച്ചെങ്കിൽ, ഈ വചനം സാമ്പത്തിക അഭിവൃദ്ധി പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾ അത് അനുഭവിച്ചെങ്കിൽ, അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്ന അവൻ വീണ്ടും വരും, നമ്മ താൻ അനുഭവിക്കും. The Bible says, therefore do not cast away the confidence which is of a great reward. അതുകൊണ്ടാണ് എബ്രായർ 11 നമ്മൾ വായിക്കുന്ന മഹാ പ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. For you need an endurance that after you have done the will of God, you may receive the promise. Which is the promise? അതുകൊണ്ടാണ് Greatest promise is the return of my Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. Hebrews chapter 10 verse 35 and 36. എബ്രായ ലേഖനം 10 35 36 വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. Verse 37, for yet a while he who is coming will come and will not tarry. അതിന് 37 വാക്യം പറയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. I want to encourage everybody, never even let a single percent of doubt enter your heart. Never go back in faith. Press on because he will come. Be confident of his coming as you are today confident to enter the holy by faith. ആകയാൽ എൻ്റെ എല്ലാ ദൈവ ജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ഒരു കണിക പോലും സംശയമുള്ളിലുണ്ടാകരുത്. ആ മഹാപ്രത്യാശയിലേക്ക് നമ്മൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇന്ന് അവിടേക്ക് വിശ്വാസത്താൽ. Hebrews chapter 9, the end says in verse 27 and 28, and it is appointed for men to die once, but after this the judgment. So Christ offered once to bear the sin of many. To those who are eagerly waiting for him, he is going to appear apart from sin for salvation. എബ്രായ ലേഖനം 9 അതിന്റെ തൊട്ട് മുമ്പിൽ കുറച്ച് ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. 9:27-28 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. The Bible says he is going to appear, and this appearing is for only those who are eagerly waiting. Who are the eagerly waiting one? The born again, the new creation, filled with the Holy Spirit. They conquer the earth and hold on to eternity. ദൈവവചനം വ്യക്തമായി ഇവിടെ നമ്മൾ കണ്ടല്ലോ, അവൻ പ്രത്യക്ഷപ്പെടും. അവൻ ഇന്ന് അദൃശ്യനാണ്, പക്ഷേ അവൻ ദൃശ്യനായി തീരും. ആർക്ക് മാത്രം? കർത്താവിനെ സ്വീകരിച്ച വീണ്ടും ജനനം പ്രാപിച്ച പരിശുദ്ധാത്മ നിറവിൽ നാഥന്റെ വരവിനെ കാത്തിരിക്കുന്ന മക്കൾക്ക് അവൻ പ്രത്യക്ഷത നൽകും എന്ന് ദൈവവചനം. The Bible says, then continuing in chapter 10, it is saying about the precious sacrifice of Jesus, the blood of the lamb, through which today we have the entrance into the holy of holies. ഇത് 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് തുടർന്ന് 10-ാം അധ്യായത്തിൽ മുഴുവൻ പറയുന്നത് നമ്മൾ അവന്റെ വരവിൽ പോകും. എന്നാൽ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടുത്തെ പുണ്യ രക്തത്താൽ നമുക്ക് പ്രവേശനം
ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലം. That is why in verse 19 the Bible says, therefore brethren, having the boldness to enter the holy of holies by the blood of Jesus, the new and living way which he has consecrated, meaning he has prepared, that way will be the same today and tomorrow. അതുകൊണ്ടാണ് തുടർന്ന് താഴ്ത്തു വായിക്കുമ്പോൾ എബ്രായർ 10:19 അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു പുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ നമുക്ക് ആ ദൈവത്തിന് അടുത്തു വരാം. മാത്രമല്ല കർത്താവിന്റെ വരവിൽ യഥാർത്ഥമായി ഇതേ വഴിയിലൂടെയാ ഇന്നും നമ്മൾ അവിടെ ചെല്ലുന്നത്, അന്നും ചെല്ലുന്നത്. Will let us hold fast to the confession of our hope. It doesn't say confession of our faith, confession of our hope without wavering, for he who promises faithful. What is the promise? That he is going to return for completion of salvation. എന്നിട്ട് 23 അതുകൊണ്ട് പ്രത്യാശയുടെ സ്വീകാരം നാം സ്വീകരിച്ചു പറഞ്ഞ ആ ഏറ്റുപറച്ചിൽ നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. എന്താണ് വാഗ്ദത്തം? ഞാൻ വീണ്ടും വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. അതാണ് വാഗ്ദത്തം. The Bible says, so let us consider one another in order to stir up love and good works. Stir up the love towards God. When you love him, you know for sure he is true to his word. തുടർന്ന് പറയാണ്, ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ അതുകൊണ്ട് ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു. Not forsaking the assembly for ourselves together as in manner of some, but exhorting one another, so much more as you see the day approaching. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. കർത്താവിൻ്റെ ആ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും ഒന്നിച്ചു കൂടുന്നത്, ഉത്സാഹിപ്പിക്കുന്നത്, സഭായോഗത്തിൽ പങ്കെടുക്കുന്നത് അധികമായി ചെയ്യേണ്ടതാവും. As the day is approaching, കർത്താവിന്റെ വരവിന്റെ ദിവസം സമീപിക്കും തോറും, for some it is a joke, but when you are filled with the Holy Spirit, you know, and you know. That is why the Bible says, do not lose that confidence. ചിലരെ സംബന്ധിച്ച് ഇതൊക്കെ വെറും തമാശയായിട്ട് തോന്നും. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിന്നെ സംബന്ധിച്ച് സഭായോഗം ദൈവസന്നിധിയിലാണ്, അവർക്ക് അത് റിയലാണ്. That is why the Bible says, do not lose that confidence. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, പ്രത്യാശയുടെ ആ ഉറപ്പ് നിങ്ങൾ തള്ളിക്കളയരുത്. Today we are entering the Holy of Holies by the blood of the Lamb, by faith, but the hope is still there. That is why chapter 11 starts, now faith is the substance of the hope which Abraham saw far away. He could not see, but he saw. Today you and me saw. The verse 5:11, it is talking about the same entrance into the Holy of Holies. 10ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞിട്ട് 11ാം അധ്യായത്തിൽ പറയാണ്, വിശ്വാസം എന്നതോ നമ്മൾ ആശിക്കുന്നതിൻ്റെ, ആ ആശിച്ച ആ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആ ദിവസത്തിൻ്റെ ഇപ്പോഴെയുള്ള ഉറപ്പാണ്. ആ വിശ്വാസം അബ്രഹാം ദൂരവേ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തെ കണ്ടെന്നും എല്ലാം താഴെ എഴുതിയിരിക്കുകയാണ്. The Bible says right from Genesis till to Revelation, it is talking about one thing, coming of the Savior, returning with a glorious, becoming the high priest and his return. The Bible says that in verse 15, and if truly they had called to mind the country from which they came out, they would have an opportunity to return. But now they desire a better, a heavenly country. Therefore God is not ashamed to be called their God. ശ്രദ്ധിക്കുക, ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ അതിൻ്റെ ആഗമന സന്ദേശം നമ്മുടെ കർത്താവ് നിത്യമായി മാനവജാതിക്ക് വേണ്ടി
തൻ്റെ മക്കൾക്ക് വേണ്ടി നിത്യതയിൽ ആ വലിയ വലിയ വാസസ്ഥലം ഒരുക്കി മടങ്ങി വരുന്നതിനെ കുറിച്ച് ഇതിനെ സൂചിപ്പിക്കുന്നതായിരുന്നു അബ്രഹാമിൻ്റെയും പഴയ നിയമത്തിലെയൊക്കെ യാത്രകൾ. അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ 14-15 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. They did it by faith. അവരത് വിശ്വാസത്താൽ മുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്തു. That faith today given to us by God makes us an assurance, the hope that is beyond the veil. ഇന്ന് ആ വിശ്വാസം നമ്മുടെ ഉള്ളങ്ങളിൽ ഉറപ്പായി തന്നിരിക്കുകയാണ്, തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്ന ആ വിശ്വാസം. That is why the Bible says the hope of our soul, our mind is fixed. The anchor is fixed beyond the veil, where we have entrance through the blood of Jesus. അതുകൊണ്ടാണ് കർത്താവായ യേശു മുഖേന നമുക്ക് പ്രവേശനമുള്ള ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരവുമായിട്ട് അവൻ പോയിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം അവിടെ നമ്മൾ പുറകെ പിടിക്കുക. That is why 11 ends by saying they had witnessed by faith, but the end of salvation was kept for us. They started the race. We will carry on the race with the baton, enjoying the Savior, declaring the Savior, and going back to the Savior. ആ പഴയ നിയമത്തിലുള്ള എല്ലാവർക്കും ആ പ്രത്യാശ, ആ വിശ്വാസം ഉണ്ടായിരുന്നു. തുടർന്ന് പറയാണ്, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. എന്നാൽ നമുക്ക് ഏറ്റവും നല്ലത് ദൈവം മുൻകരുതി. We enjoy this. നമ്മൾ ഇന്നേ ഇത് അനുഭവിക്കുകയാണ്. Through the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കാൻ പോകുന്നു. ഇവിടെ വെച്ച് ഏത് പ്രതിസന്ധികളുടെ നടുവിലും അനുഭവിക്കുകയാണ്. That is why verse 12 says we have this cloud of witness, but let us look unto Jesus. For the hope that was kept before him, he endured everything joyfully. അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ സാക്ഷികളുടെ ഇത്രയും വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ യേശുവിനെ നോക്കിക്കൊണ്ട് ഇപ്പോഴേ അത് നമ്മൾ അനുഭവിക്കുക, ആ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുക. The Bible says that let every weight and every sin so easily ensnare us. Let us run with endurance the race that is set before us. അതുകൊണ്ട് ഈ വലിയ പ്രത്യാശയുള്ള നമ്മളോട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുക. ആകയാൽ സകല ഭാരവും, 12-ാം അധ്യായം ഇങ്ങനെ ആരംഭിക്കുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. Looking unto Jesus. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കി ഓടുക. Let me tell you, the Bible says sin and burden ensnare us, or it is the snare of the devil that you will lose sight of that great eternity, the great entrance into the holy of holies, which we will enter with a glorious body. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ ഭാരവും നമ്മുടെ പാപവും നമുക്കൊരു കുടുക്കാണ്, പിശാച് വെക്കുന്ന കണിയാണ്. അതിനെ ദൂരെ എറിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം, ആ അതിപരിശുദ്ധ സ്ഥലത്തെ, നമുക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ ഭവനത്തെ നോക്കിയുള്ള ഓട്ടം തുടരുക. Oh, the Bible says he is going to return and transform our lowly bodies into his glorious body, and then we will enter into the holy of holies through the blood of the lamb, the same way we do it by faith today. അതെ, നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മൾ വാസ്തവമായി ആ പുതിയ ശരീരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ആ സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കും. ഇന്ന് അതേ സ്ഥലത്ത് വിശ്വാസത്താൽ നമ്മൾ പ്രവേശിക്കും. That is why in 2 Corinthians 4:18 it says we look into the unseen. Everything seen is temporary, and chapter 5 starts the groaning to be in that building while we are in the tent. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:18 ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ കാണാത്തതിനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. 5-ാം അധ്യായം തുടങ്ങുമ്പോൾ ആ വലിയ കെട്ടിടം, ആ വലിയ പാർപ്പിടം
ഞങ്ങളുടെ മീതെ ധരിക്കുവാൻ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഞരങ്ങിക്കൊണ്ടിരിക്കും. That is why the Bible says we don't walk by sight, we walk by faith. Might be we cannot see it, but we know in our spirit that our journey does not end with this earth. We go beyond, looking into the glorious hope of salvation. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്, നമ്മളൊന്നും കാണുന്നില്ലായിരിക്കാം, പക്ഷെ കാഴ്ച കൊണ്ടല്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ആ പ്രത്യാശയാൽ ഞങ്ങൾ അതിനപ്പുറം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. Today let every burden of finance, let every burden of sickness, shake it away, knowing that the one in you is greater, knowing that one in you is so powerful. ആകയാൽ ഇന്നൊരു പക്ഷേ നിങ്ങളെ മുറുകെ പറ്റുന്ന ഭാരങ്ങളായ ആ രോഗത്തിന്റെ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി ഒന്നും നിങ്ങളെ കുടുക്കാൻ സമ്മതിക്കരുത്. കുടഞ്ഞുകൊണ്ട് ആ ഭാഗ്യകരമായ പ്രത്യാശയെ നോക്കി മുമ്പോട്ട് പോകും. The Bible calls it the snare from the devil. ദൈവവചനം വ്യക്തമായി പറയുന്നത് പിശാച് ആ പ്രശ്നങ്ങളിലൂടെ ഭാരമിട്ട് നമ്മളെ കുടുക്കുവാൻ നോക്കും. So that you will say, why am I in faith? What is happening to me? I don't believe in all this. That is exactly what the devil wants. Today, whatever challenge you are facing, I am assuring you, as a man who went through it, I assure you, he who began the good work is going to complete it. This sickness will not touch you. This poverty will not touch you. Keep holding on to eternity, the glorious hope of the coming of the Lord. പിശാചിന്റെ കുടുക്കും കണിയും ഇതാണ്. ഒരു വിശ്വാസി തന്നെ താൻ വീണ്ടും രോഗത്തിലാണ്, ചില പ്രയാസങ്ങളാണ്, സാമ്പത്തിക പ്രതിസന്ധികളാണ്. അവരറിയാതെ പെറുപെറുപ്പിലേക്ക് കയറും. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല? എന്തുകൊണ്ട് എനിക്കിത് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? പിശാച് അവരെ കുടുക്കി ആ ഭാഗ്യകരമായ പ്രത്യാശയിൽ നിന്ന് കണ്ണു മാറ്റി അവരെ മടുപ്പിച്ച് കുടുക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കളെ, ഞാൻ അനുഭവിച്ച വ്യക്തിയൊന്നും നിലനിർത്തട്ടെ, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അത് തികയ്ക്കുന്നവനാണെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ. ഏത് പ്രതിസന്ധി ആകട്ടെ, ഏത് രോഗമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ആ നിത്യജീവനെ പിടിച്ചുകൊണ്ട് വിശ്വാസത്താൽ മുന്നേറുന്ന വ്യക്തിയെ ആ സാമ്പത്തിക പ്രതിസന്ധി, ആ ബന്ധനം മുഴുവൻ അഴിഞ്ഞ് നിന്റെ യാത്ര നീ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. Now you are the one who are to shake off that sinful habit. You are the one who are to shake off the poverty. You are the one, you will shake off your sickness and say, no, I am running a race. My author and finisher, who began it and who is going to finish it, is Jesus. അതുകൊണ്ട് ദൈവ പൈതലേ, ദൈവത്തെ കുറ്റം പറയാതെ, ദൈവം എന്നെ വിടുവിക്കുന്നില്ലോ എന്ന് പറയാ. ഓട്ടക്കളത്തിൽ ഓടുന്ന, മുമ്പോട്ട് നോക്കുന്ന, ഓടുന്ന നീ തന്നെയാണ് കുടഞ്ഞു കളയേണ്ടത്. നീ തന്നെയാണ് രോഗത്തെ കുടയേണ്ടത്. നീ തന്നെയാണ് ഭാരത്തെ കുടയേണ്ടത്. നീ തന്നെയാണ് അവിശ്വാസത്തെ കുടയേണ്ടത്. ഇല്ലില്ല, എന്നെ ഒരു നിത്യതയ്ക്കായിട്ട് വിളിച്ചിരിക്കുകയാണ്, ഞാൻ മുമ്പോട്ട് കുതിക്കും എന്ന് പറഞ്ഞ് കുതിച്ചോടുമ്പോൾ നിന്നെ പിടിക്കുന്നതെല്ലാം പൊട്ടി പൊട്ടി തകർന്നു പോകും. When your life is lifted up, where God has sent his son Jesus is seated, where our life is there, and when our life appears, we are going to transform and join him. That is where your mind should be. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ള ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നമ്മുടെ കണ്ണുകളെ ഫിക്സ് ചെയ്ത് നമ്മൾ ഓടുമ്പോൾ, ഇവിടെ ഏത് പ്രതിസന്ധിയുമാകട്ടെ, ഒന്നിനും നിന്നെ പിടിച്ചു വെക്കാനൊക്കില്ല. അവയെല്ലാം പൊട്ടി വെളിയിൽ മാറും. That is why in the book of Philippians chapter 3, the Bible says, for our citizenship is in heaven, from which our Savior is coming, eagerly waiting for our Lord and Savior, who will transform our lowly bodies that we may be confirmed. Verse 20 and 21, read it. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നമ്മൾ ആത്മാവിൽ കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. This is going to happen. This is a truth. ഇത് സത്യമായത് നടക്കാൻ പോകുന്ന കാര്യമാണ്. That is why chapter 4 starts by saying, therefore, because this is that glorious hope, therefore
for my beloved and longed for brethren, my joy and my crown. Stand fast in the Lord, my beloved. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം താനായിരിക്കുന്ന ശരീരം പോലെ തന്നെ രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം 4:1 അതുകൊണ്ട് അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടാൻ പോകുന്നതുകൊണ്ട് എൻ്റെ പ്രിയരും എൻ്റെ വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൻ നിലനിൽപ്പിൻ പ്രിയമുള്ളവർ. And that is why verse 4 says, rejoice. Again I say, in the Lord rejoice, because the Lord is at hand. He is coming soon. Rejoice. അതുകൊണ്ടാണ് തുടർന്ന് 4-ാം വാക്യത്തിൽ പറയുന്നത്, സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്ന ഒന്നിനെ കുറിച്ച് ആകുല ചിന്തപ്പെടരുത്. Why does verse 4 chapter 4 connect with chapter 3? It is all looking at that glorious hope. Today, whatever it is, shake it off. I can assure you, the Holy Spirit is telling me, if you're sighted into Jesus, you will trample upon poverty, you will trample upon sickness. Nothing can touch you, because your hope is in Jesus. ആ 3-ാം അധ്യായത്തിൽ പറഞ്ഞ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങൾ തന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമായി യേശുവിന്റെ വരവിൽ രൂപാന്തരപ്പെടും. ആ പ്രത്യാശ, അതിൽ നോക്കിയാണ് ദൈവവൈതലേ നീ പോകുന്നെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റേത് വിഷയവും അതിനെ ചവിട്ടി മെതിച്ച് നിന്റെ പ്രത്യാശയുടെ പൂർണ്ണതയിൽ നീ മുമ്പോട്ട് പോകുമ്പോൾ അവയൊന്നും നിന്നെ തൊടില്ല. That is why the Bible says that whatever it is, no one thing. Verse 13, the one in you is greater. തുടർന്ന് അതിന്റെ 13-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾക്ക് എന്തുമാകട്ടെ നിങ്ങളിലുള്ളവൻ അതിലും വലിയവൻ. The one inside who is going to be transformed at the glorious appearing of our Lord. He is more powerful than any challenge that you are facing today. So when challenge comes, dance and rejoice, because everything is under your തുടർന്ന് feet. പറയാണ്, എന്റെ ജീവിതത്തിൽ ജയിലിൽ കിടക്കുന്ന പൗലോസ് പറയാ, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയായാലും ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും എന്നെ തൊടത്തില്ല. കാരണം എന്റെ ഭാഗ്യകരമായ പ്രത്യാശയും അവൻ എന്റെ ഉള്ളിലിരിക്കുന്നതിനാൽ ഏത് പ്രതിസന്ധിയിൽ ഞാൻ തുള്ളി ചാടി നൃത്തം ചെയ്ത് ആരാധിക്കും. Oh, because I am a citizen of heaven, meaning my Savior is in heaven. Therefore, verse 19, my God will supply all my need according to his riches. I won't look into men. I won't look into earthly things for my supply. My inner man is supplied by the glory which is in Christ. തുടർന്ന് 19-ാം വാക്യത്തിൽ പറയാണ്, എന്റെ ഈ ദൈവമോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ഞാൻ ആ മഹത്വത്തിലേക്ക് നോക്കുന്നത്. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്. എൻ്റെ എല്ലാ പ്രൊവിഷനും എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തുന്നത് നാട്ടുകാരുടെ കയ്യിലല്ല. ഞാൻ എങ്ങോട്ട് നോക്കി ഓടുന്നു, അവിടുന്നാണ് എൻ്റെ ഭൗതിക ആവശ്യങ്ങളും എൻ്റെ പ്രൊവിഷനും എൻ്റെ വേണ്ടതെല്ലാം എനിക്ക് അവിടുന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നിനെ കുറിച്ചും വിചാരിക്കും. That is why the Bible says, rejoice in the Lord, because your supply is in him. അതുകൊണ്ടാണ് കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ എല്ലാ സപ്ലൈയും നമുക്ക് വേണ്ട ഭൗതികം എല്ലാം അവനിൽ നിന്നാണ്. Let me tell everyone, എല്ലാവരോടും ഓർപ്പിക്കട്ടെ, if 2 years ago we would have said, there is coming a time when you cannot get out of your house. 2 വർഷം മുമ്പ് നമുക്കാർക്കും വീടുകളിൽ നിന്ന് ഇറങ്ങാൻ മേലാത്ത ഒരു ദിവസം വരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ You would not believe. നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. But Jesus said, യേശു പറഞ്ഞു, before his coming, അവന്റെ വരവിന് മുമ്പ് pestilence will come. അതെ, മഹാവ്യാധികൾ ലോകത്തുണ്ടാവും. Date and time we don't know. സമയം നമുക്കറിയില്ല. The love of men will grow cold. മനുഷ്യരുടെ സ്നേഹം, അനേകരുടെ സ്നേഹം തണുത്തു പോകും എൻ്റെ വരവിന് മുമ്പായി യേശു പറഞ്ഞു. I tell you, every dot and comma has been accomplished till today. ഇന്ന് ഈ തിരുവചനത്തിൽ കർത്താവിൻ്റെ വരവിന് മുമ്പായി നിവൃത്തിയാകേണ്ട വാഗ്ദത്തങ്ങളുടെ ഓരോ കുത്തും കോമായും നിവൃത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. Matthew 24:36, Jesus said, I don't know the time, but these are all the signs that the kingdom of God is going to be preached. We are seeing the word of God running swiftly to the ends of the earth. മത്തായി 24:36 കർത്താവ് യേശു തന്നെ പറഞ്ഞു, പിതാവല്ലാതെ പുത്രൻ പോലും ആ വരവിൻ്റെ നാഴിക അറിയുന്നില്ല. എന്നാൽ ദൈവരാജ്യം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇന്ന് സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടതുപോലെ, ഇതുപോലെ പ്രസംഗിക്കപ്പെട്ടതുപോലെ
ഇന്നേ വരെ പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. The church who are filled with the Holy Spirit, sealed by the Holy Spirit for redemption, for the completion of salvation, there is an upward call happening somewhere. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിൻ്റെ സഭ മാത്രമല്ല, വീണ്ടെടുപ്പിൻ്റെ ദിവസത്തിനു വേണ്ടി അതേ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, അവരുടെ ഉള്ളത്തിൽ ഒരു ഉന്നത വിളി, ഉയരത്തിലേക്കുള്ള ഒരു അപ്വേർഡ് കോൾ അവരിൽ എപ്പോഴും ഉണ്ട്. Today morning, as the Lord was speaking to me to enter into the Holy of Holies through the blood of Jesus, He said, do not lose the confidence. Today we are entering by faith. Tomorrow we will enter gloriously. In reality, my dear, the day is fast approaching. ഇന്ന് രാവിലെ ഞാൻ വചനത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് വിശ്വാസത്താൽ ഏത് അതിവിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ പ്രവേശിക്കുന്നു, അവിടെ വാസ്തവമായി സ്വന്തം കണ്ണാൽ കാണുന്ന എൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ദിവസം നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ, ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ആ പൂർത്തീകരണത്തിലേക്ക് വരികയല്ലേ. This Bible, 1/3 spoke of His coming, 1/3 calls of His return. The rest, everything is temporary for us on this earth. ഈ തിരുവചനം മൊത്തം നിങ്ങൾ പരിശോധിച്ചാൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചാണ് ഇതിൽ 1/3 കാര്യങ്ങൾ. ബാക്കി 1/3 യേശു ഇനി വന്ന് തൻ്റെ നിത്യരാജ്യം സ്ഥാപിക്കുന്നതിന്, ബാക്കി എല്ലാമേ ഉള്ളൂ ഈ ലോകത്തിലെ 2/3 ഭാഗവും അതാണെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച്. The snare of the devil is to entangle you in many things on this earth, give you burden, ensnare you. But today it is a wake-up call. Awake unto righteousness, awake unto the master plan of God, for the coming of the Lord is very, very near. പിശാചിന്റെ കെണി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഭാരങ്ങളിൽ, ഈ ലോകത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കുടുക്കി, മനസ്സിനെ കുടുക്കി, ഭാരത്തിൽ കുടുക്കി ഇവിടെ ഇടുക എന്നുള്ളതാണ്. We won't forget we have a triumphant life on this earth. The triumph is we are not of this earth. We are citizens of heaven, sent by God for a purpose, sent with talents to multiply and show the world there is a Savior. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നത് ഒരു ജയകരമായ ജീവൻ നയിക്കാൻ തന്നെയാണ്. ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ മുമ്പാകെ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന കഴിവുകൾ, എന്നെ ദൈവം ഇവിടെ വിട്ടത് ഏറ്റവും മഹത്വപൂർണ്ണമായി എന്നിലൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രദർശനം എന്നിലൂടെ ഒരു ഡിസ്പ്ലേ ആക്കാൻ തന്നെ എന്നെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ കുടുങ്ങിപ്പോകത്തില്ല. That is why Paul says, one thing I do, I will forget the past and press forward for the upward call. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ അതേ അധ്യായത്തിൽ ഇങ്ങനെ പറയാണ്, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടി. There might be mistakes that have happened in your life. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പരാജയങ്ങൾ അവിടെ കുടുങ്ങിക്കിടന്ന് ഭാരപ്പെട്ട് നിനക്കത് പറ്റിയെന്ന് പറഞ്ഞ് പിമ്പിൽ കിടക്കരുത്. Might be there are challenges where you said, I don't believe in all this. ഒരുപക്ഷെ ഇന്ന് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്കൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരിക്കും മുമ്പിൽ. Don't worry. ഒന്നും ഭാരപ്പെടരുത്. I can see Jesus walking to you, an unseen hand tapping you and says, don't worry. എന്നാൽ ഇന്ന് ഞാൻ കാണുന്നത്, come on, get up. ആ പ്രതിസന്ധിക്കകത്ത് നീ വിഷമിക്കുമ്പോഴും കർത്താവ് നിന്റെ അടുക്കൽ വന്ന, മകനെ നീ എഴുന്നേറ്റാട്ട്, നമുക്ക് എഴുന്നേറ്റ് മുമ്പോട്ട് പോകാമെന്ന് പറയുന്നതാണ്. The joy that is kept before us is far greater than all these little complaints we are having here. നമുക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുള്ള പരാതി, ചെറിയ ചെറിയ കാര്യങ്ങളുള്ള ഭാരം ഒന്നുമല്ല നമുക്ക് വരാൻ പോകുന്ന മഹാസന്തോഷത്തോട് തുലനം ചെയ്യുമ്പോൾ. Oh, such a glory is already filling this whole place. We are in the studio. I can feel Jesus walk into every home, putting his hand upon your shoulder and says, do not worry. This is why I said, do not worry. Your needs will be added by me. Your supply is me. I started and I will fulfill. Don't worry. ഞങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ അതേ യേശു കർത്താവ്
ഈ സ്ഥലത്തിൽ വന്ന് എൻ്റെ മഹത്വം കൊണ്ട് നിറയുന്ന ഞങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ മാത്രമല്ല, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ സമീപേ നിങ്ങളുടെ വീടുകളിൽ യേശു വ്യക്തിയായിട്ട് വന്ന് മനം മടുത്ത് നിന്നോട് ഭാരപ്പെടുന്നുണ്ട്. മകനെ എഴുന്നേറ്റേ, മുമ്പോട്ട് പോകാം. അഭാഗ്യകരമായ പ്രത്യാശ. Do not lose the confidence. എന്നിലുള്ള നിന്റെ പ്രത്യാശ നീ Do കൈവിടരുത്. not lose the confidence. നിന്റെ പ്രത്യാശ നീ കൈവിടരുത്. The same confidence that you approach Jesus today, we will approach him in physical form, in the glorious body when he is returning. ഏത് പ്രത്യാശയിലും നമ്മൾ വിശ്വാസത്താൽ കർത്താവിന്റെ സന്നിധിയിൽ കടക്കുന്നു, അതേ വലിയ ഉറപ്പോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വ്യക്തിപരമായി നിൽക്കും. That is why the Bible says endure, because he who said will come will not tarry. അതുകൊണ്ടാണ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നിങ്ങൾ ഏത് പ്രതിസന്ധികളും സഹിച്ച് അവിടെ തളരാതെ നിൽക്കാൻ വചനം പറയും. That is why the next word says the justified ones, that is you and me, will live by faith. By faith we will conquer. By hope we will hold on to the great joy. അതുകൊണ്ടാണ് എബ്രായർ 10 ഒടുവിൽ വീണ്ടും പറയാണ്, ആകയാൽ എൻ്റെ നീതിമാൻ, നീതീകരിക്കപ്പെട്ട എൻ്റെ മക്കൾ വിശ്വാസത്താൽ ജീവിക്കും. പ്രതിസന്ധികൾ അവർക്ക് വിഷയമല്ല. But when you go back, his heart is sad. എന്നാൽ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളം ദുഃഖിക്കുകയാണ്. നിങ്ങൾ ഈ വിശ്വാസം വിട്ട് മനസ്സും അടുത്ത് എന്തിനാ ഇതൊക്കെ എന്ന് പറഞ്ഞ് പുറകോട്ട് പോയാൽ കർത്താവ് ദുഃഖിക്കുകയാണ്. That is why when Jesus rose, 1 Corinthians 15 says, he was seen by many. And then it says, if your hope is only for this earth, it is pitiable. ഒന്നാണ് 1 കൊരിന്ത്യർ 15 കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും പറയുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ 500-ലധികം പേർ സ്വന്തം കണ്ണാൽ കണ്ടു എന്നിട്ട് താഴെ ഒടുവിൽ പറയാണ്, എന്നാൽ ഈ ആയുസ്സിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. I can guarantee you today ഇന്ന് ഞാൻ ഉറപ്പ് പറയട്ടെ, that he who spoke is faithful. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. If he said he will heal, he will say he will increase for this earth 100%, but greater is the promise of his return. That glorious day, when we will meet him face to face. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്ത എല്ലാം, ഈ ഭൂമിയിലെ നമ്മുടെ കാര്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ, അതെല്ലാം കർത്താവ് നിവർത്തിക്കും. പക്ഷേ ഏറ്റവും വലിയ വാഗ്ദമായ തൻ്റെ മഹത്വമേറിയ മടങ്ങി വരവ്, അവിടേക്കാണ് അവൻ നമ്മളെ മുദ്രയിട്ട് കൊണ്ടുപോകുന്നത്. അതും അവൻ നിർവഹിക്കും. 1 John 3, the Bible says, behold what a love that we are called children of God. We don't know now, but when we see him face to face, we will be like him. 1 യോഹന്നാൻ 3 ഇങ്ങനെ പറഞ്ഞു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് എത്ര വലിയ പ്രത്യാശ നൽകുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ തനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. Every chapter of the Bible ends by saying he is coming. ബൈബിളിലെ എല്ലാ അധ്യായങ്ങളും ഓരോ വിഷയങ്ങളും ടോപ്പിക്കുകളും അവസാനിക്കുന്നത് അവൻ വരുന്നു, അവൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. Glorious life on this earth, but a glorious hope, the greater joy, rejoicing, because we know he who spoke it is going to accomplish. മഹത്വപൂർണമായ ജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ ജയിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിലും മഹത്വമേറിയ പ്രത്യാശയെ നോക്കിക്കൊണ്ട് ഇവിടെ പോകുന്നവരാണ് ദൈവജനം. A mighty cloud of glory is entering into every home. ഇപ്പോൾ തന്നെ ഒരു ദൈവമഹത്വത്തിന്റെ ഒരു മേഘം ഓരോ വീടുകളിലും നിറയുകയാണ്. A tangible touching presence of Jesus. യേശുക്രിസ്തുവിന്റെ സ്പർശിക്കാവുന്ന സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും വരികയാണ്. Today by faith, but tomorrow we will touch him. ഇന്ന് വിശ്വാസത്താൽ നമ്മൾ സ്പർശിക്കുന്നു, നാളെ സ്വന്തം കൈയാൽ തൊടും. When he will shout and say, come faithful. അന്ന് അവൻ വിളിച്ചു പറയുമല്ലോ നമ്മളോട്, ഓ അത്യല്പത്തിൽ വിശ്വസ്തനെ വരുവീൻ എന്ന് നമ്മളെ വിളിക്കും. Oh my bride, come. മണവാട്ടി വരിക എന്ന് നമ്മൾ കേൾക്കും. Oh, that will be a glorious day. അത് മഹത്വത്തിന്റെ ദിവസമായിരിക്കും. He showed it by saying, Lazarus, come out. ലാസറെ പുറത്തു വരുവീൻ എന്ന അന്ന് ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ വരുവാൻ പോകുന്ന എല്ലാ തന്റെ മക്കളെ ഉയർപ്പിക്കുന്നതിന് Tomorrow he is not going to call a name. He say, my bride, come. അന്ന് ലാസറെ എന്ന് പറഞ്ഞ പോലെ ഒരു പേരല്ല, എന്റെ മണവാട്ടിയെ വരുവീൻ എന്ന് പറയുമ്പോൾ സഭ മുഴുവൻ ഉയർക്കും. That is why the Bible says the Lord himself will come with a shout,
with the voice of the trumpet of the angels. അതുകൊണ്ടാണ് കർത്താവ് താൻ ഗംഭീര, കർത്താവ് തന്നെ, ലോർഡ് ഹിംസെൽഫ് ഷാൽ കം, തന്നെ ഗംഭീരനാദത്തോടെ വരും. He came himself to save you and me. എന്നെ നിങ്ങളെ രക്ഷിക്കാൻ മറ്റാരെയും വിടുകല്ല, താൻ തന്നെ വന്നു. He himself will come to gather us back. ഇനി നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ അവൻ തന്നെ വരും. For a natural man this is foolishness. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒരു പ്രകൃതിയ മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യന് മഠന്തരങ്ങളാണ്. But എന്നാൽ for us who tasted him, കർത്താവിനെ രുചിച്ച നമുക്ക്, for us who touched him, ആ കർത്താവിനെ ജീവിതത്തിൽ തൊട്ടനുഭവിച്ച നമുക്ക്, whatever we see around, ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, our inner man is given signal by the Holy Spirit. നമ്മളെ അകത്തെ മനുഷ്യന് പരിശുദ്ധാത്മാവ് സിഗ്നലുകൾ തരികയാണ്. സംഭവങ്ങൾ കാണുമ്പോൾ Lift up your head. തല ഉയർത്തുവീൻ, Lift up your head. മനസ്സുയർത്തുവീൻ. Something mighty is coming. മഹത്വപൂർണമായത് സംഭവിക്കാൻ The പോകുന്നു. church is going to enter into the most glorious faith in history, the most glorious phase of history. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് സഭ ഇതാ കടക്കുന്നു. When children are going to see open visions, നമ്മുടെ കുഞ്ഞുങ്ങൾ തുറന്ന കണ്ണുകളാൽ ദർശനം കാണുന്ന സഭയുടെ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് where the വരുന്നു. people in the world will be astounded by the wisdom of our children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം പകരുന്ന ജ്ഞാനം കണ്ട് ലോക ജനങ്ങൾ അത്ഭുത പരതന്ത്രരാകാൻ പോകുന്നു. Just close your eyes wherever and lift your holy hands. Something awesome is happening. ഈ സമയത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ചു തുടങ്ങിയിട്ട് We enter into the holy of holies. നമ്മളിപ്പോൾ കർത്താവിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വിശ്വാസത്താൽ എല്ലാവരും ഒന്ന് കടന്ന് By the blood of the Lamb, യേശുവിന്റെ രക്തത്താൽ പ്രതിഷ്ഠിച്ച വഴിയിലൂടെ ആ രക്തത്താൽ നമ്മൾ പ്രവേശിക്കുകയാണ്. we enter the holy of holies. We enter through the blood of the Lamb. We enter the holy of holies to worship the great I am. And Lord, I worship you. Lord, I worship you. Lord, I worship you. Lord, I worship you. For your name is holy, holy, Lord. For your name is holy, holy, Lord. For your name is holy, holy, Lord. For your name is holy.